ഹലോ, എസ് ബ്ലോഗിന് പറ്റിയൊരു ചെറിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എന്നും രാവിലത്തെ പോലെ തന്നെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. ചോറും കറികളൊക്കെ വെന്തു. ഞാൻ മുതിരയും ഉരുളക്കിഴങ്ങും കറി വെച്ചത് കേട്ടോ. പിന്നെ മാങ്ങച്ചാറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കിച്ചോന ബ്രെഡ് പൊടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ ഫിനിഷിങ് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ പുറം പണികൾ മാത്രമേ ഉള്ളൂ. തുണികളൊക്കെ അലക്കാക്കി അപ്പോൾ ഞാൻ ഇന്നലെ എല്ലാം അലക്കി കയറ്റിയിട്ട. അപ്പോൾ ഒന്ന് ഇനി പ്രത്യേകിച്ച് പണിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വെറുകിൻ്റെ ഇതൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളാണ്. അത് നമുക്ക് പതുക്കെ ചെയ്യും. തിരക്ക് പിടിച്ചൊന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. തിരക്ക് പിടിച്ച് ഞാൻ കുറേ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ. അപ്പം ഞാൻ പതുക്കെ ചെയ്യണമെന്ന് മാത്രം കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയും, നമ്മുടെ ഈ വീട്ടിൽ കൊക്കിപ്പൂ പോലത്തെ ഒരു പൂവുണ്ടാവുന്നില്ല. ഇപ്പോൾ വയലറ്റ്, നീല കളറ്, വെള്ള കളറ്, റോസ് കളർ. എൻ്റെ വീട്ടിൽ അത് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് ഒരു കവർ ചെറുത് ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പം നിറച്ച് ഞാൻ ഉണ്ടാക്കി കൊണ്ടിട്ടുണ്ട്. അതുമ്പോൾ പൂവിട്ട് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ പണിയിലും ഉച്ച കഴിയുമ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് ചെടിയുടെ അവിടേക്ക് മുറ്റത്തേക്കൊക്കെ ഇറങ്ങും കേട്ടോ. അപ്പോൾ അത് ഭംഗിയായിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ആ കൊക്കിപ്പൂവിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴല്ല, നിറച്ച് പൂക്കളുണ്ടാവും. ഓക്കെ. അപ്പോൾ ഞാനിന്ന് നമ്മുടെ നോമ്പൊക്കെ തുടങ്ങി. ഞങ്ങളുടെ വീട്ടിൽ സത്യത്തിൽ നോമ്പെടുത്തിട്ടില്ല കേട്ടോ. അത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയണം. നോമ്പൊക്കെ തുടങ്ങി. പക്ഷേ ആചാരങ്ങളൊക്കെ ഞങ്ങൾ അനുഷ്ഠിക്കും. ഉപവാസം എടുക്കും, കുർബാനയ്ക്ക് പോകും, പെസഹ എടുക്കും. ഞങ്ങൾക്ക് പെസഹ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുധൻ രാത്രി 12 മണിക്ക് ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും കഴിക്കില്ല. 12 മണിക്ക് വെള്ളം കുടിക്കും. ആ വെള്ളം വേണ്ടവർക്ക് കുടിക്കാം. ഉറക്കത്തിൽ പെട്ടാതും കുടിക്കാത്തവരുണ്ട്. ഞാൻ അങ്ങനെ കുടിക്കൊന്നുമില്ല. ഒരു 9 മണി 10 മണിയാകുമ്പോൾ ചോറിന് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം, പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് വൈകിട്ട് 5 മണിക്ക് 5:30 കുർബാന കഴിയണം കേട്ടോ. അപ്പം അതുവരെ വെള്ളം വരെ കുടിക്കാണ്ട് ഞങ്ങൾക്ക് നോയമ്പ് അനുഷ്ഠിക്കണം. പിന്നെ ദുഃഖവെള്ളി കഴിഞ്ഞ് പിറ്റേ ദിവസം ശനിയിലും അങ്ങനെ തന്നെ. ശനിയാഴ്ച രാത്രി വൈകിട്ട് ഒരു 7:30 8 മണിയാവും കുർബാന കഴിയും. അതുവരെ നമ്മൾ വെള്ളം കുടിക്കാണ്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കാനുള്ള ഒരു ശക്തി നമുക്ക് ഉണ്ടാവണമുണ്ട്. അത് നമുക്ക് സാധിക്കും. നോമ്പെടുത്തില്ലെങ്കിൽ അങ്ങനത്തെ ആചാരങ്ങളൊക്കെ ഇന്ന് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് 25ാമത്തെ ദിവസമായതിനായ കാരണം ഒരു സ്പെഷ്യൽ അപ്പം നമ്മുടെ അപ്പന്മാർ അവരുടെ കാലത്ത് നമുക്ക് ഉണ്ടാക്കി തന്നു പറഞ്ഞാൽ ആചാരം ഇഷ്ടമാണ്. ഞാൻ ജോലിക്ക് പോകണ കാരണം എനിക്ക് ആ വീഡിയോ ഒന്നും ഇട്ടുതരാൻ പറ്റാറില്ല. അപ്പം ഇന്ന് ഞാൻ ജോലി ചെയ്യാതിരിക്കണ ഞാൻ ഇന്ന് ആ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇട്ട് തരാൻ, നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ചിലർ പറഞ്ഞു, ചേച്ചി സൗണ്ട് ക്ലിയർ ആവണില്ല, വ്യക്തമായിട്ട് പറഞ്ഞോളൂ. എനിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഞാൻ അത്യാവശ്യം സൗണ്ടിൽ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്, വേറെ സൗണ്ടുകളൊന്നും ഇല്ലാത്ത കാരണം. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്ന സംഭവങ്ങളുടെ കൂട്ടുകൾ ഞാൻ വേഗം കാണിച്ചു തരാം. അല്ലെങ്കിൽ നമ്മൾ അപ്പം റെഡി ചെയ്യുക. അപ്പോൾ പിന്നെ അത് കയറി വരും കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലേക്ക് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചെറിയ തേങ്ങ, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ചെറിയ തേങ്ങ അധികം വേണം കേട്ടോ. ഒരു ഗ്ലാസ് പൊടിയിൽ വറുത്ത പൊടി എടുക്കണം ഞാൻ. പിന്നെ വെളുത്തുള്ളി, നല്ല ജീരകം, തേങ്ങ കൊത്ത് നമുക്ക് ഇടണം. പിന്നെ വേപ്പില. ഈ തേങ്ങ കുറച്ച് ഒരു അരമുറി കട്ടി വേണ്ട കേട്ടോ ഒരു ഗ്ലാസ് പൊടിയിലേക്ക്. അതിലേക്ക് ഈ ഐറ്റം ഉണ്ടല്ലോ അതും, പിന്നെ നമുക്ക് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് ഇതും കൂടിയിട്ട് നമുക്ക് അരച്ച് വെണ്ണ പോലെ അരച്ചിട്ട് എടുക്കാം ഒരുമിച്ച്. ഇത് നമുക്ക് ഇതിലൊരു കൂട്ടുകൂടി വെക്കാണ്ട് കേട്ടോ. വേറെ നല്ല ചുമന്നുള്ളിയാണ്. അത് നമുക്ക് വൈകിട്ട് വേണ്ട. അത് ഞാൻ വൈകിട്ട് നിങ്ങൾക്ക് അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇതും തേങ്ങ ചിരവിത്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, നല്ല ജീരകം, ഉഴുന്ന്, പിന്നെ അരിപ്പൊടി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇത് 4-5 ഐറ്റം അരച്ചെടുക്കട്ടെ കേട്ടോ. ഉഴുന്ന് പരിപ്പും ഈ ഐറ്റം കൂടിയിട്ട് അരച്ചെടുക്കട്ടെ കേട്ടോ. ഇത് കൊത്തി വറുത്തിടാം. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അത് അരച്ചെടുത്തിട്ട് നമുക്ക് ഇണ്ടൊരുപ്പത്തിൻ്റെ മാവിലേക്ക് സെറ്റാക്കാം. ഓക്കെ, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് അരക്കിട്ട് ഉഴുന്ന്, വെളുത്തുള്ളി, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, അരമുറി തേങ്ങ കൂടി അരച്ചതായിട്ടത്. അപ്പോൾ ഈ ലെവലിൽ നല്ല കളറായിട്ട് നമുക്ക് കിട്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുക്കാം. അപ്പോൾ അതേനെ ഒരു ഗ്ലാസ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ഈ കൂട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സാക്കി വയ്ക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും മറക്കണ്ട, ഒരു ഗ്ലാസ് അരിപ്പൊടി, വെളുത്തുള്ളി ഒരു 5-6 ചുള, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, ഉഴുന്ന് പരിപ്പ് കുതിർത്തത് കേട്ടോ. അതും ഒരു ഇത്രയ്ക്ക് ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മുടെ കൈ കൊണ്ട് ഇത്രയ്ക്ക്, അത് കുതിരുമ്പോൾ കുറയണ്ട. ഒരു ഗ്ലാസ് പൊടിയിലേക്ക് അത് മതി കേട്ടോ. ഇത് നമുക്ക് നന്നായി മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കാം കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇല്ലേ നോക്കിയാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിൽ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ഉപ്പ്.
കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ആക്കാം. അപ്പോൾ നമ്മളിതേ വെള്ളം പാകാക്കി സെറ്റാക്കിയിട്ട് നമുക്കിത് ഈ പരുവത്തിലായി കിട്ടി. ഇത് നമുക്കൊരു 1/2 മണിക്കൂർ നേരം നമുക്ക് ഉഴുന്ന് പരിപ്പ് ഇതൊന്ന് സ്മൂത്താവാൻ വേണ്ടിയിട്ട് കേട്ടോ. നന്നായി വീർത്ത് വരാനല്ല, ഒന്ന് സ്മൂത്താവണം ഉഴുന്ന് പരിപ്പ്. അപ്പോൾ നമുക്ക് ഇതൊരു മയുള്ള അപ്പമായിട്ട് നമുക്ക് കിട്ടുള്ളത്. അപ്പോഴേക്ക് ഞാൻ തേങ്ങയൊക്കെ കൊത്തി വറുത്ത് സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 1/2 മണിക്കൂർ നേരം മൂടി വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ മാവ് നല്ല സെറ്റായിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് തേങ്ങ കൊത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്, കറിവേപ്പിലുണ്ട്, ചുമന്നുള്ളിയുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയിൽ അതൊരു 250 ഗ്രാം ഞാനെടുത്ത് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇത് 3 ഐറ്റം കൂടി വറുത്തിട്ട് ഇതിലിട്ടിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വറുക്കാനായിട്ട് ചട്ടി അടപ്പത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തേങ്ങ വെച്ച് ചുവന്നുള്ളിയൊക്കെ വറുത്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ വേഗം വറുത്ത് കഴിയും, നമുക്ക് അധികം സമയം വേണ്ട അത് വറുക്കാനായിട്ട്. പെട്ടെന്ന് വറുത്തെടുക്കാം. വലിയ തീയിൽ വെച്ച വറുത്ത വേഗം ആയിക്കോളും. അപ്പോൾ 4 ചെയ്യണ്ട, അത് നമ്മൾ അത്ര അധികം സമയം അത് ഞാൻ മാവ് കാണിച്ചു തരില്ല. സംഗതി 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഉണ്ടാക്കാട്ടാ. ഞാനിത് എന്തുണ്ടായിന്നറിയോ, ചുമന്നുള്ളി കേട്ടോ. നേരം ജോസരം കാലുമ്പോൾ തൈലൊക്കെ പറ്റിയിട്ട് കാലിൻ്റെ മുട്ട് ഭയങ്കര വേദന. ആൾക്കാരല്ല എനിക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ആയുർവേദമുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ മരുന്ന് വെറുതെ കിട്ടും. തൈലോ ലേഖ്യം എല്ലാം കിട്ടും കേട്ടോ. പറഞ്ഞ് കാല് വേദനയ്ക്ക് ആൾ റെസ്റ്റ് എടുക്കണ പരിപാടി ഇല്ല ആൾക്ക്. അങ്ങനെ ആൾക്കത് പറഞ്ഞ് ആൾ അതങ്ങോട്ട് വാങ്ങിച്ചു ഇന്നലെ. അതേ തൈലം അത് പറ്റിയിടുന്ന മേടിച്ചിട്ട് പോയാൽ നേരം വൈകണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പോയി അത് ഉണങ്ങിയപ്പോൾ തൈലൊക്കെ പറ്റിയ ആൾ വാങ്ങിച്ചു കൊടുന്ന് തരും ജോസരട്ട. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണ ചൂടായി എനിക്ക് ഇട്ട് നോക്കട്ടെ കേട്ടോ. പണ്ട് കാലത്തൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഇണ്ടേറിയപ്പം വെന്തിറങ്ങി അമ്മാനിപ്പൻ ചത്തെറിഞ്ഞു പോയി. അതെന്തൊരു കഥ അറിയും. അമ്മായിമ്മ പറഞ്ഞു, അതായത് ഒരു വീട്ടിൽ ചെന്ന് വരുമ്പോഴാണ്. അപ്പോൾ ഇണ്ടേറിയപ്പം ഉണ്ടാക്കുന്നു. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, അപ്പം പോയിട്ട് വേഗം തേങ്ങയെ തെങ്ങമ്മ കയറിയിട്ടിട്ട് തോന്നും. തേങ്ങ പ്രധാനം. അപ്പം തെങ്ങമ്മ കയറി എല്ലാവരും അടിയിൽ കാത്തിരിക്കുകയോ അപ്പം തേങ്ങ കൊണ്ടുവരുന്നത്. പണ്ടത്തെ ആൾക്കാരുടെ ഒരു തമാശകളാവും ചിലപ്പോൾ കിട്ടോ. അപ്പം അപ്പം ചത്തട്ട് ഇറങ്ങണം. ഇണ്ടേറിപ്പം അമ്മാനിപ്പം ചത്തിറങ്ങി ഇണ്ടേറിപ്പം എന്തിറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പാട്ട് പാടും പണ്ടത്തെ ആൾക്കാർ. അപ്പം അങ്ങനെ അത് അപ്പം തെങ്ങായ്മ കയറി 4 ഇരിക്കും. ഇവിടെ ഇണ്ടേറിയപ്പം എന്തിറങ്ങിയെന്നാ പറയണം. അതിൻ്റെ അർത്ഥം ആറുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ഇണ്ടേറിയപ്പം ഒരു പേര് കെട്ടൊരു പലഹാരമാണ് കേട്ടോ. പക്ഷേ ഈ പാലുണ്ടല്ലോ അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ളവരും തിന്നണം. എനിക്കിഷ്ടമാണ്. എനിക്ക് ഉണ്ടാക്കാൻ സമയമില്ല. കാരണം ഞാൻ ഈ ജോലിക്ക് പോകുന്ന സമയത്തൊന്നും ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞില്ല. ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഞാനും ജോസേട്ടൻ്റെ അപ്പനും മാത്രമേ ഈ സാധനം കഴിക്കുന്നുള്ളൂ. അപ്പം പിന്നെ നമുക്ക് കുറേ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പറയേ അപ്പം അതിനൊന്നും പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും. ഇനി അവിടെ ജോലി സ്ഥലത്ത് ഞങ്ങൾ ഇതുപോലെ ബേക്കറിയിൽ വാങ്ങിക്കും. അപ്പോൾ പിന്നെ ഉണ്ടാക്കി നിർത്തി. ഉണ്ടാക്കാൻ ഇനി ചെയ്യാറ് ഞാൻ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇപ്പം ഉണ്ടാക്കി നിർത്തി. ഇവിടെ തിന്നാതെ എപ്പോഴാട്ടോ എൻ്റെ മക്കൾ കണ്ടാളെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ മക്കൾക്കൊക്കെ നമ്മുടെ അമ്മമാരും നമുക്ക് ചെയ്തു തന്നപ്പോൾ ഒരുവിധം ഞാൻ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് താനും. ചെയ്തു കൊടുത്തിട്ടുള്ള ആളാണ് താനും. കാശിൻ്റെ കുറവ് കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മക്കളുടെ. അപ്പോൾ അങ്ങനെ അവർ കഴിക്കാതായപ്പോഴാണ് ഞാൻ ഉണ്ടാക്കൽ നിർത്തിയത് കേട്ടോ. അപ്പം അതിൻ്റെ ബേക്കറിയിൽ നിന്ന് അപ്പനെ പറഞ്ഞ് വാങ്ങിച്ചു കൊണ്ടുവരും. ഈ വെളിച്ചെണ്ണ ഇവിടുന്ന് ജനൽ അവിടെ നിന്ന് വെളിച്ചെണ്ണ നിന്നിട്ടില്ല കേട്ടോ. മറ്റേത് ഇങ്ങനെ ഉണ്ടാവാറില്ല. ഇത് ഇതിലെ ഭയങ്കര ഇവിടെ വൃക്ഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടിപ്പോയി അപ്പുറത്തെ പറമ്പ് നാറ്റിട്ടുന്നേ. അപ്പോൾ അത് വെളിച്ചം കൂടുതൽ ഇപ്പോൾ നമ്മളത് അകത്തേക്ക് അടുക്കളയ്ക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാനിത് മറക്കട്ടെ കേട്ടോ. മധുരം പിന്നെ ഈ മഞ്ഞ വളമ്പി നന്നായി. പിന്നെ ഈ ചെടിമൊക്കെ നന്നായി പോകും. രാവിലെ ഉണ്ടാവട്ടെ. അപ്പം ഞാൻ കാണിച്ചു തന്നിരുന്നു. റോസ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. നമ്മൾ നന്നായി ശുശ്രൂഷിക്കുമ്പോൾ അത് ഉണ്ടായി കിട്ടുന്നുണ്ട്. അതൊരു സന്തോഷം തന്നെയല്ല. ജനല അങ്ങനെ ഒന്ന് നീങ്ങി കൊടുത്തിട്ട് ഞാൻ നീങ്ങില്ല.
കണ്ട മഞ്ഞവളമ്പി റോസ് അടിപൊളിയായിട്ടുള്ള ഇത് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചെടിയിലൊക്കെ രാവിലെ പിന്നെ ഉണ്ടാവും. അപ്പം നമ്മുടെ ചുമന്നുള്ളി ഇതേ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനവിടെ ബ്രെഡ് കിലോ എല്ലാം കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചുവന്നുള്ളി തേങ്ങ ഇനി നമുക്ക് അതിലേക്ക് വേപ്പില കയറിയിടാം. അടിപൊളി മണം, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല മണം എന്ന് പറഞ്ഞാൽ നല്ല മണം. അയ്യോ അടിപൊളി കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. നമുക്ക് ഈ വറുത്ത തേങ്ങ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് നീക്കിയിടാം. ഡയറിയപ്പം എന്ന് പറഞ്ഞ സാധനം അത് വെറുതെ അല്ല, അതിനകത്ത് ടേസ്റ്റ്, അതിന് ടേസ്റ്റ് ഒന്നും വേറെയില്ല. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഓരോ സാധനങ്ങൾ ഇഷ്ടമല്ല. എന്താണെന്നറിയില്ല, അവിടെ നിന്ന് വെളിച്ച് വരുന്ന കാരണം കറക്റ്റ് ആവില്ല അല്ലേ, കാണായില്ലേ? ഓക്കെ, ഞാൻ ഇതിലേക്ക് ഇടും കേട്ടോ. ഒന്ന് ചൂടാറിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ്, ഒന്ന് പ്ലാസ്റ്റിക് അല്ല, നമ്മുടെ മറ്റേ പ്ലേറ്റ് കൊണ്ടുണ്ടാവില്ല, ഒന്നും അതിൻ്റെ ആവി പോട്ടെ. അപ്പോൾ ആ വെളിച്ചെണ്ണ നമ്മൾ അതിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ നോൺ സ്റ്റിക്ക് വെച്ചിട്ട് ദോശക്കല്ല് ദോശക്കല്ലായാലും മതി കേട്ടോ. എൻ്റെ അമ്മയൊക്കെ എന്താ ചെയ്യാന്നറിയോ, ഉരുളി വയ്ക്കും. ഇടതരം ഉരുളി ഉണ്ടാവും, ഇരിക്കിൻ്റെ താഴെ തന്നെ വേണമെങ്കിൽ ഉണ്ടാകാം. ആ ഉരുളി വെച്ചിട്ട് ഒന്നപ്പം കയ്യിലാക്കും, ഒരൊറ്റ ട്രിപ്പിൽ കഴിക്കും. എന്നിട്ട് ഇങ്ങനെ കഷ്ണം ഭയങ്കര രസമായിട്ടുണ്ടാക്കും അമ്മ. അമ്മേനെ പോലും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇനി കൊള്ളപ്പം എൻ്റെ അമ്മ ഉണ്ടാക്കാറുണ്ട്. അത് ഉണ്ടാക്കി പഠിക്കുന്ന വെച്ചിട്ട് ഞാൻ നിൽക്കണം, ഓരോന്ന് ചെയ്യട്ടോ. മടി വിട്ടിട്ടോ വീട്ടിലിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വെളിച്ചത്തേക്ക് ഒന്ന് മറിഞ്ഞ് കിട്ടും, കാണാനില്ലെന്ന് പോലെ തോന്നുന്നില്ലേ. അപ്പം അങ്ങനെ നമ്മുടെ ഇണ്ടരിപ്പത്തിൻ്റെ കൂട്ട് സെറ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അത് സെറ്റായത് തേങ്ങയും ചുമന്നുള്ളി വേപ്പിലി. ഓക്കെ, എന്താ അതിൻ്റെ ഒരു മണം എന്നറിയോ? നല്ല മണം ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട് ചൂടാറിയെന്ന് തന്നെയുള്ളൂ. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലാണ്ട് ചൂടാറാൻ നിൽക്കണ്ട. ഞാൻ ഈ പാത്രം ഇനി വല്ല കേട് വരണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇഷ്ടം മതിച്ചിരുന്നുള്ളൂ. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായി മിക്സ് ആക്കി ഇടുക കേട്ടോ. ഞാൻ ദോശക്കട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിന് ഇട്ട് ആവശ്യം നമുക്ക് കാണാൻ പറ്റുന്നത് വിചാരിക്കണം. അപ്പം നമുക്ക് ഇതിൽ കോരി കിട്ടാം. വെള്ളം കുറവുണ്ടെന്ന് എനിക്ക് ചെറിയ തോന്നുന്നുണ്ട്. വെള്ളം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെച്ച് ജ്യൂസ് ആക്കാവുന്നതാണ്. അപ്പം ഞാനിത് ഉണ്ടാക്കട്ടെ. കുറേ നാളുകൾക്ക് ശേഷം വീട്ടിലുണ്ടപ്പോൾ ഞാൻ ഇപ്പോഴും ഉണ്ടാക്കണം കേട്ടോ. ഓരോ ആചാരങ്ങൾക്ക് ഓരോരോ പേര് പറഞ്ഞ് നമ്മൾ ഓരോന്നും ഉണ്ടാക്കി കഴിക്കുകയല്ലേ. അല്ലാണ്ട് എന്താ പറയുക, ഇതൊക്കെ ഓർമ്മകളാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈശ്വരയുടെ ഓർമ്മകൾക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ. ചെറിയ തീയാണ് കേട്ടോ. ഞാൻ ഇത്തിരി കൂടി വെള്ളം ഒഴിക്കാൻ തോന്നുന്നു, ഭയങ്കര ടൈറ്റായിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഭയങ്കര കട്ടിയാവുമല്ലോ, കുറച്ച് വെള്ളം. നമ്മൾ തേങ്ങ കിട്ടപ്പോഴേ മാവ് നല്ലൊരു മാവായി കിട്ടിയിട്ടില്ല. ഓക്കെ, എൻ്റെ വീഡിയോ ശരിയാവില്ല തോന്നാൻ ദൈവമേ, ഈ സങ്കടമാവും. അപ്പം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് മൊരിക്കണം കേട്ടോ. ചെറിയ തീയിൽ വെച്ച് മൊരിക്കുമ്പോൾ അത് അല്ലെങ്കിൽ അടിയിൽ ചിലപ്പോൾ കരിയാനായിട്ട് വരും. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചായിരുന്നു, എന്താവോ ഏതോ. ഞാൻ മറ്റേ ദോശക്കല്ലിൽ ഉണ്ടാക്കാറ് കേട്ടോ. ദോശക്കല്ല് ഇനിയിപ്പോൾ അതൊക്കെ വരച്ചിരുന്നോ ഇടല്ല. ദോശക്കല്ലിൽ ഉണ്ടാക്കിയ വേഗം പണി കഴിയുമോ. എന്താ ഇതല്ലേ അവിടെ ഇങ്ങനെ വിളിച്ചെന്ന് എനിക്ക് അറിയുന്നില്ല. കുഞ്ഞിൻ്റെ ഫോണിൻ്റെ ആണോ ഒന്നും അറിയുന്നില്ല കേട്ടോ. ഞാൻ ഫോൺ ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചു വിട്ടാ. അപ്പം എങ്ങനെയാണ് കാണാണ്ട് ഉണ്ടാക്കണത്, കാണാൻ പറ്റില്ല. ഓക്കെ, ചായക്ക് കുടിക്കണമെങ്കിൽ ചെറിയ ചൂടാറ് കുടിക്കും. ഓഹോ, സൂപ്പർ ആയിട്ടാ നമ്മളെ അപ്പം ഇങ്ങോട്ട് വെച്ചാലാണ് കേട്ടോ. ഇത് നോക്കാം, ഇപ്പം അവിടേക്ക് ഫോൺ ചെയ്തു. നമുക്കിത് പിടിക്കുന്നത് ശരിയായി ഒരു ടെൻഷൻ തന്നെയാട്ടാ. ഞാൻ നിങ്ങൾക്ക് ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്തു. കുറേ കാലങ്ങളായി ഞാൻ പറഞ്ഞ് ഉണ്ടാക്കണതൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് സമയം കിട്ടാത്ത കാരണം നമ്മൾ ചെയ്യാറില്ല. അപ്പം അങ്ങനെ ജോലി സ്ഥലം എന്ത് ചെയ്യാൻ അറിയാം, കാണിക്കുകയും ചെയ്യാം.
ഉണ്ടറിയപ്പം വാങ്ങിച്ചിട്ട് അത് 20-25 രൂപയാണ് ഒരു ഉണ്ടറിയ. നമ്മൾ ഉണ്ടാക്കുന്ന രസമൊന്നും അതിനില്ല കേട്ടോ ഗൈസ്. അത് വേണ്ട പറയാൻ. നമ്മളപ്പോൾ അങ്ങനെ അവിടെ നിന്ന് തിന്നിട്ട് വരും ജോലി സദ്യ. ഇവിടെ ആർക്കും ഇഷ്ടമില്ല. ഇതിപ്പോൾ ഉണ്ടാക്കിയതൊക്കെ അധികവും അങ്ങനെ ഉണ്ടാകുമ്പോൾ ആർക്കെല്ലാം കൊടുക്കാനൊക്കെ കൂട്ടിയിട്ട് നമുക്ക് അത് ഒരു സ്നേഹം ഇരുന്ന് പോലെ എല്ലാവർക്കും കൊടുക്കാം. അതിൻ്റെ കാര്യം എത്രയുള്ളൂ അല്ലേ? നമ്മൾ സാധനം ഉണ്ടാക്കുമ്പോഴേ അങ്ങനെ കൊടുക്കാൻ പറ്റിയത് നന്നായിരിക്കും. നമ്മുടെ അങ്ങനെ നമ്മുടെ ഉണ്ടറിയപ്പം സെറ്റായിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഇതിന് മഞ്ഞ കളർ കുറഞ്ഞു. വേറെ ഒന്നല്ല, ചുവന്നുള്ളി ഇത്തിരി മുരിച്ചിട്ട് കൂടിയിട്ടാണ് അതിൻ്റെ ഒരു ചെറിയ കളർ മാറ്റം വന്നു. എല്ലാവരും ക്ഷമിക്കാം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇതാണ് കേട്ടോ. ഉണ്ടേറിയപ്പം ഉണ്ടാക്കുന്ന വിധം. അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി കുറഞ്ഞു. പിന്നെ ഞാൻ ഉള്ളി കിട്ടാൻ വൈകിട്ടാണ്. അപ്പോൾ ഉഴുന്ന് പരിപ്പ് ഇത്തിരി ഇതായി അതിൽ അങ്ങനെ വെക്കാൻ പറ്റില്ല. 1/2 മണിക്കൂർ 3/4 മണിക്കൂർ മേലെ വെക്കാൻ പറ്റും. ഞാൻ 1 മണിക്കൂറോളം വെച്ച് തരാം. അപ്പോൾ അത് ഇത്തിരി വല്ലാണ്ട് സ്മൂത്തി ആയി പോകുന്നു. അതുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിലിട്ട് മഞ്ഞൾപ്പൊടിയും കുറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ 2-3-4 ഉണ്ടായിട്ടാണ്. ഒരെണ്ണം ഞാനൊന്നും പറഞ്ഞില്ല. 2 അവിടെ എരിഞ്ഞില്ല. ജോസഫ് പിന്നെ എടുത്തു അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കൂട്ടുണ്ടല്ലോ, നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളത് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഒരുവിധം അങ്ങനെ തന്നെയാണ് സാധനം ഉണ്ടാക്കുക. നമ്മുടെ യേശു കർത്താവിനെ ഓർക്കുന്ന ചില ചടങ്ങുകളാണ് അല്ലേ. അപ്പം നമ്മൾ മരിച്ചു പോയി എല്ലാവരെയും നമ്മളങ്ങനെ ഓർക്കുമ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ കുർബാന ചൊല്ലികളും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാലും നമ്മുടെ പൂർവികരെ നമുക്ക് ഓർക്കാനൊക്കെ പറ്റുള്ളൂ അല്ലേ. നമ്മളല്ലാണ്ട് നമ്മുടെ പൂർവികരൊക്കെ കഴിഞ്ഞു, ഇനി അതില്ല, അങ്ങനെ ഒരു കേസൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നീങ്ങുന്നവർക്ക് അവരുടെ ഇഷ്ടങ്ങളാണ് അതൊക്കെ അല്ലേ. നമ്മൾക്ക് പറ്റണ കാര്യം വരെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തന്ന അനുപാതേനെ കുറേശ്ശെങ്കിലും നമുക്ക് തുടരാൻ സാധിക്കണം. നമ്മുടെ സഹോദരങ്ങളായാലും ഒത്തൊരുമിച്ച് നമുക്ക് പറ്റണ കാലം വരെ നമുക്ക് പോകാൻ ശ്രമിക്കണം. അപ്പോൾ അത് ഇപ്പോഴത്തെ കാലത്തൊക്കെ അങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടുകളാണ് ഒക്കെ എല്ലാവരുടെ ഇതിലും. അപ്പോൾ പിന്നെ നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല. പറ്റുന്നവരൊത്തും നമ്മൾ ഒത്തൊരുമിച്ച് സന്തോഷമായിട്ട് നീങ്ങാൻ എല്ലാവരും ഈ നോമ്പ് കാലത്ത് സന്തോഷ സമാധാനമുള്ളവരായിട്ടിരിക്കുക. നേർച്ചകളും കാര്യങ്ങളും കുറേ എടുത്തിട്ടുള്ളവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പം എല്ലാവരും സന്തോഷ സമാധാനമായിരുന്നു നോക്കുക. കാരണം ഇനി 25 ദിവസം കൂടി ഉണ്ട് നമുക്കല്ലേ. അപ്പോൾ ദൈവകൃപ നമുക്ക് എല്ലാവരിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനി അടുത്ത് എൻ്റെ ചെടി നനയ്ക്കാൻ പോകണം. എനിക്ക് അടക്ക പണിയെല്ലാം കഴിഞ്ഞിട്ടോ. പിറ്റത്തേക്ക് ഇറങ്ങി ചെടി നനയ്ക്കണം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ബൈ. എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പാത്രം 2 പേപ്പർ ഇട്ടില്ലേ പഠിച്ചിട്ട് 2 പാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ നനഞ്ഞു ഗേസ്. ആദ്യത്തെ ഇങ്ങനെ കുമ്പിട്ട് ഇങ്ങനെ ആവുമ്പോൾ പറ്റില്ല ഉടുപ്പ് അങ്ങ് വീഴുക. വയസ്സത്തെ ടാറ്റാ ബൈ ബൈ. എല്ലാവരും എൻ്റെ കൂടി ഉണ്ടായിരുന്നോളാം.